ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പിന്നെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. മാങ്ങയുണ്ട്, ഉപ്പ് കായെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഇഞ്ചി വേണം. പിന്നെ ഉണക്കമുളക്, കാന്താരി മുളകാണ്. പിന്നെ പച്ചമുളകുണ്ട്, വെളുത്തുള്ളി ശകലം വേണം. പിന്നെ നല്ലെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടാകട്ടെ. ഇവിടെ ഇപ്പോൾ മുളക് പൊടിയുണ്ട്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഉലുവ പൊടിയുണ്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കടുക് താളിച്ച് അതിലോട്ട് സാധനങ്ങളൊക്കെ ഇടാം. കടുകിട്ടിട്ടുണ്ട്. കടുക് താളിക്കുന്നുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചി കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് കുറച്ച് ഇഞ്ചി, പിന്നെ ഉണക്കമുളക്, പച്ചമുളക് ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ആദ്യമേ. പിന്നെ വെളുത്തുള്ളി ചെറുതായുണ്ടേ, ഞാനത് പൊളിച്ചിട്ടൊന്നുമില്ല. ഇതങ്ങനെ വേകുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടാവും. ഇതങ്ങനെ കിടന്നോട്ടെ. ഇട്ടിട്ടുണ്ട്, ഇതെല്ലാം മൂത്തിട്ടുണ്ട്. വെളുത്തുള്ളി പൊട്ടിച്ചിടാത്തോണ്ടേ നല്ല പൊട്ടിത്തെറിക്കുക. നമുക്കിനി മുളക് പൊടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണേ, പച്ചവെള്ളം ഒഴിക്കരുത്. നല്ലപോലെ ഒന്ന് വേണോ എന്തോ എനിക്കറിയത്തില്ല. എനിക്കറിയും പോലെ ഞാൻ പറയുകയാണ്. നല്ല കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ അരപ്പ് തെളിയും. ഇതിൻ്റെ മിളകെല്ലാം ചുവപ്പാ വരുമ്പോൾ നമ്മൾ ഒന്ന് ഇത് ഓഫാക്കി വെച്ചിട്ട് കുറച്ച് ചൂട് കുറയുമ്പോൾ മാങ്ങ എടുത്ത് ഇതിലോട്ട് തട്ടാം. അല്ലെങ്കിൽ എല്ലാം വെന്ത് പോവും. വെന്താൽ കൊള്ളൂല. ഒരുപാട് വെന്താൽ പിന്നെ കൊള്ളൂല. ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊബൈൽ ഫോണിൽ നോക്കിയാൽ കളർ കണ്ടിട്ടില്ല. പക്ഷെ ചട്ടിയിൽ നല്ല കളറായിട്ടാണ് ഇരിക്കുന്നത്, കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ശരി, ഇനി നമുക്ക് മാങ്ങ എടുത്ത് ഇതിലോട്ട് കൊട്ടാം. കുറച്ചാറിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്.
ഇതിപ്പം കുറച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ശകലം ചാറോട് ഇരിക്കുന്നത്. ഇതിൽ കായമൊക്കെ ആദ്യം ഇട്ടുകൊണ്ട് കായം ശകലം ഇട്ടിട്ടുള്ളൂ. വിനാഗിരിയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. അത് വീട്ടാവശ്യത്തിനായതുകൊണ്ടാണ്. വിനാഗിരി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, വേണ്ട ഞാൻ ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് അത് തണുത്ത് കഴിയുമ്പോൾ ബോട്ടിലാക്കി വയ്ക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ അഭിപ്രായം പറയണേ, ഇങ്ങനെ അല്ല വയ്ക്കുന്നതെന്ന്. താങ്ക് യു.